ഡൽഹിയിൽ കോൺഗ്രസിനും എ.എ.പിക്കുമെതിരെ ആരോപണ പത്രം പുറത്തിറക്കി ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ വീരേന്ദ്ര സച്ദേവയാണ് ആരോപണ പത്രം പുറത്തിറക്കിയത്. ആപ്പ് ഡൽഹിയിലെ പൊതുജനങ്ങളെ കൊള്ളയടിച്ചത് എങ്ങനെയെന്നും കോൺഗ്രസ് എ.എ.പിയുമായി കൈകോർത്തത് എങ്ങനെയെന്നും ഉള്ള വിശദീകരണമാണ് പത്രത്തിൽ. മദ്യ കുംഭകോണം, വിദ്യാഭ്യാസ കുംഭകോണം, പാനിക് ബട്ടൺ കുംഭകോണം, ഗതാഗത കുംഭകോണം എന്നിവയും ആരോപണ പത്രത്തിലുണ്ട്. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ബൽറാം, ഈ ഇന്ത്യ സഖ്യത്തെ നേരിടാൻ എന്ത് മറുപ്രചാരണത്തിനാണ് ഇപ്പോൾ ബി.ജെ.പി മുൻകൈയെടുത്തിരിക്കുന്നത്? വേണു, ആം ആദ്മിയും കോൺഗ്രസും തമ്മിലുള്ള ബന്ധം അത് അവിശുദ്ധ കൂട്ടുകെട്ടാണ് എന്ന പ്രചരണം ഇനിയുള്ള 3 ഘട്ടങ്ങളിൽ ആയുധമാക്കാനാണ് ബി.ജെ.പി ലക്ഷ്യം വെക്കുന്നത്. കാരണം ആം ആദ്മി പാർട്ടിക്ക് കൂടുതൽ സ്വാധീനമുള്ള സംസ്ഥാനങ്ങളിൽ ഇനിയുള്ള 3 ഘട്ടങ്ങളിലായാണ് തെരഞ്ഞെടുപ്പ് നടക്കാനുള്ളത്. ഡൽഹി, ഹരിയാന, പഞ്ചാബ് എന്നീ സംസ്ഥാനങ്ങളിലാണ് ഇനി തിരഞ്ഞെടുപ്പ് നടക്കാനുള്ളത്. അവിടങ്ങളിലെല്ലാം തന്നെ ഇത് ആം ആദ്മിയും ഒപ്പം തന്നെ കോൺഗ്രസും തമ്മിലുള്ള കൂട്ടുകെട്ട് സംബന്ധിച്ചുള്ള പ്രചാരണം നടത്തുന്നതിന്റെ ഭാഗമായാണ് ഡൽഹി ബി.ജെ.പി ഇത്തരത്തിൽ ഒരു ആരോപണ പത്രം പുറത്തിറക്കിയിരിക്കുന്നത്. ഇതിൽ ഡൽഹി മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട ആദ്യം ആരോപണവുമായി രംഗത്തെത്തിയ പാർട്ടിയാണ് കോൺഗ്രസ്. സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെതിരെ പലതവണ പ്രതിഷേധ സമരങ്ങൾ തെരുവിലടക്കം നടത്തിയിരുന്നു അടുത്തിടെ വരെ. എന്നാൽ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഇരുവരും ഒത്തുതീർപ്പിലെത്തിയെന്നും ഡൽഹിയിലെ ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടാണ് ആ ഒത്തുതീർപ്പ് എന്നും അതുകൊണ്ട് തന്നെ ഈ അഴിമതിയുടെ പണം ഇരുവരും പങ്കുവയ്ക്കുകയാണ് എന്നതടക്കമുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ ആരോപണ പത്രം പുറത്തിറക്കിയിരിക്കുന്നത്. അതിൽ ഡൽഹി സർക്കാരിനെതിരെ ഉയർന്നു വന്ന വിവിധ ആരോപണങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതാണ് ഈ ആരോപണ പത്രം. വേണു, ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.